സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഒരു LDC ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 100/21 ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലിയാണ്. ഫസൽ അലി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ട് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നത് ഫസൽ അലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇരുമ്പുരുക്ക് വ്യവസായം. ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഭരണാധികാരി പഴശ്ശിരാജയാണ്. ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഭരണാധികാരി ആരാണ്? പഴശ്ശിരാജ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത അലഹബാദ് ഹാൽഡിയയാണ്. അലഹബാദ് ഹാൽഡിയ. സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരെല്ലാം? സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരെല്ലാം? CR ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവരാണ് സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ. CR ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവരാണ് സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി. അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിത, അഗ്നിപുത്രി എന്നറിയപ്പെടുന്നത് ടെസി തോമസ് ആണ്. ടെസി തോമസ് ആണ് അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാരതീയ വനിത. കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? തന്നിരിക്കുന്നത് മലനാട്, ഇടനാട്, മരുപ്രദേശം, തീരപ്രദേശം. ഇതിൽ കേരളത്തിന്റെ ഭാഗം അല്ലാത്തത് ഏതാണ്? മരുപ്രദേശമാണ്. മരുപ്രദേശം. ചേരിചേര പ്രസ്ഥാനം രൂപവൽക്കരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ബാന്തുങ് സമ്മേളനമാണ്. ചേരിചേര പ്രസ്ഥാനം രൂപവൽക്കരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ്? ബാന്തുങ് സമ്മേളനം. സമീപകാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ. സമീപകാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷയാണ് ബ്യാരി. ഓപ്ഷൻ സി, ബ്യാരി. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഫ്രഞ്ച് വിപ്ലവം. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. വടക്കേ അമേരിക്കയുടെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിളകൾ താഴെ തന്നിരിക്കുന്നു. ഖാരിഫ് നെല്ല്, റാബി പരുത്തി, സൈദ് പഴവർഗ്ഗങ്ങൾ. മുകളിൽ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാമാണ്? ശരിയായിട്ടുള്ള ജോഡികൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 3 ആണ്. ഖാരിഫ് നെല്ല്, സൈദ് പഴവർഗ്ഗങ്ങൾ. താഴെ തന്നിട്ടുള്ളവയിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? ഓപ്ഷൻ ഡി ആണ്. നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? ഭിലായ് ഒഡീഷ, റൂർക്കേല ഛത്തീസ്ഗഡ്, ദുർഗാപൂർ പശ്ചിമ ബംഗാൾ, ബൊക്കാറോ ജാർഖണ്ഡ്. ഇതിൽ ശരിയായിട്ടുള്ള ജോഡി ഏതാണ്? ഓപ്ഷൻ സി ആണ്. 3, 4 എന്നിവയാണ് ശരിയായിട്ടുള്ള ജോഡി. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലും റൂർക്കേല ഒഡീഷയിലുമാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നിരീക്ഷിക്കുക. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി. പ്രധാന വ്യവസായ കേന്ദ്രമാണ് കൽക്കരി. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. മഹാരാഷ്ട്രയിലെ മുംബൈയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം. മുകളിൽ തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 2, 3 എന്നിവ ശരിയാണ്. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ് കൽക്കരി ശരിയാണ്. പ്രധാന വ്യവസായ കേന്ദ്രമാണ് കൽക്കരി ശരിയാണ്. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത് ശരിയാണ്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ഉദാരവൽക്കരണത്തിന്റെ ഫലമായുള്ള മാറ്റത്തിൽ പെടുന്നവ ഏവ? തന്നിരിക്കുന്നു. വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു, കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു, കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു, ഇറക്കുമതി ചുങ്കവും നികുതികളും കൂട്ടി.
ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 2, 3 എന്നിവ. 1, 2, 3 എന്നിവ. 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏത്? ഓപ്ഷൻ ബി ആണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക്. UNDPയുടെ 2020 റിപ്പോർട്ട് അനുസരിച്ച് മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഓപ്ഷൻ ഡി ആണ് 131. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളിൽ പെടാത്തത് ഏത്? പെടാത്തത് ഓപ്ഷൻ ബി ആണ് 1 മാത്രമാണ്. മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം എന്നതാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളിൽ പെടാത്തത്. കേരള കൃഷി വകുപ്പിന്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയായ എയിംസിന്റെ പൂർണ്ണരൂപം അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. എയിംസ് അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. അടുത്ത ചോദ്യം, കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? തന്നിരിക്കുന്നു. 1993 ഡിസംബർ 3 നിലവിൽ വന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243K പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് കമ്മീഷന്റെ പ്രധാന ചുമതല. പഞ്ചായത്ത്, നിയമസഭാ മണ്ഡലം, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നിവയുടെ അതിർത്തി നിർണയം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയാണ്. ഇതിൽ കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3 ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏവ? കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ തന്നിരിക്കുന്നു. 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം സ്ഥാപിച്ചു. സുരക്ഷായാനം എന്നതാണ് ആപ്തവാക്യം. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. 2008 മെയ് 4 കേരളത്തിലെ ആദ്യത്തെ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത്. ഇതിൽ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 4 മാത്രം. അടുത്ത ചോദ്യം, കേരള സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിലുള്ള മന്ദഹാസം പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മന്ദഹാസം പദ്ധതി കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായിട്ട് വെച്ചുകൊടുക്കുന്ന പദ്ധതിയാണ്. കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായിട്ട് വെച്ചുകൊടുക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത്? കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11 2008 ഓഗസ്റ്റ് 11 കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത്. കേരളത്തിലെ നിലവിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ശ്രീ വി ശിവൻകുട്ടി. അടുത്ത ചോദ്യം, 15ാം കേരള നിയമസഭയിലെ വനിതാ MLA മാർ എത്ര? ഇപ്പോൾ 12 വനിതാ MLA മാരാണ് ഉള്ളത്. 12. ഇന്ത്യൻ ഭരണഘടന പ്രകാരം മൗലിക കർത്തവ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ സി ആണ്. 1, 2, 3 ശരിയായിട്ടുള്ളത്. 1, 2, 3. 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തു. 1977 ജനുവരി 3 മുതൽ പ്രാബല്യം. ഭരണഘടനയുടെ 4A ഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്നു. 4ാമത്തെ തന്നിരിക്കുന്നത് എന്താണ്? നിലവിൽ 10 മൗലിക കർത്തവ്യങ്ങളാണുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നു. മൗലിക കർത്തവ്യങ്ങൾ നിലവിൽ 11 ഉള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 58 ഇന്ത്യൻ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ 58. ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു എന്നീ കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെ നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ആരാണ്? പ്രഫുൽ പട്ടേലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏവ? 3 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ ബി 3 മാത്രം.
ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ 3 പേർ അടങ്ങുന്ന സമിതിയാണ്. രാഷ്ട്രപതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ, സംസ്ഥാന നിയമസഭ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ശരിയാണ്. അടുത്തത്, പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്രമന്ത്രിസഭയുടെ ആകെ അംഗങ്ങളുടെ എണ്ണം ലോക്സഭാ മെമ്പർമാരുടെ 15% നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 91-ാം ഭരണഘടനാ ഭേദഗതിയാണ്. സ്റ്റേറ്റ്, യൂണിയൻ, കൺകറന്റ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സ്റ്റേറ്റ് ലിസ്റ്റ് 66 വിഷയങ്ങൾ, യൂണിയൻ ലിസ്റ്റ് 97 വിഷയങ്ങൾ, കൺകറന്റ് ലിസ്റ്റ് 47 വിഷയങ്ങൾ. ബി, ലിംഫോസൈറ്റുകളെ സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉമാണ് തെറ്റ്. 1ഉം 4ഉം. വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു എന്നത് തെറ്റാണ്. ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നതും തെറ്റാണ്. ബി, ലിംഫോസൈറ്റുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായവയാണ് പറഞ്ഞത്. ബാക്ടീരിയ നശിപ്പിക്കുന്നത് ശരിയാണ്. ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു ശരിയാണ്. അടുത്ത ചോദ്യം, സർക്കാരിന്റെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുത്തിയതിന്റെ ഉദ്ദേശങ്ങൾ ഏവ? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 4ഉമാണ്. കോർണിയ വരൾച്ച തടയുന്നതിന്, നിശാന്തത തടയുന്നതിന്. അടുത്ത ചോദ്യം, പ്രമുഖ പ്രകൃതി ശാസ്ത്രജ്ഞനായ ജോൺ റേയുടെ സംഭാവനകളിൽ ശരിയായവ ഏതെല്ലാം? തന്നിരിക്കുന്നു. സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്ന് തരംതിരിച്ചു. സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചു. 18,000-ലധികം സസ്യങ്ങളെ ഉൾക്കൊള്ളിച്ച് ഹിസ്റ്റോറിയ പ്ലാന്റേം എന്ന പുസ്തകം പുറത്തിറക്കി. ജീവികളെ ചുവന്ന രക്തമുള്ളവ, അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചു. ജോൺ റേയുടെ സംഭാവനകളിൽ ശരിയായവ ഏതെല്ലാം എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2ഉം 3ഉം ശരിയാണ്. അടുത്ത ചോദ്യം, ചിക്കൻ പോക്സ് പകർത്തുന്ന സൂക്ഷ്മാണു ജീവി? വാരിസെല്ല വൈറസ്. താഴെ പറയുന്ന അസുഖങ്ങളിൽ സൂണോറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന അസുഖം ഏത്? എലിപ്പനി. ശരാശരി ബ്ലഡ് പ്രഷർ എത്രയാണ്? നോർമൽ ബ്ലഡ് പ്രഷർ 120/80 mm/Hg ആണ്. ദേശീയ ആരോഗ്യ ദൗത്യം ആരംഭിച്ചത്, നാഷണൽ ഹെൽത്ത് മിഷൻ ആരംഭിച്ചത് 2013. ക്രഷിംഗ് ദി കർവ് താഴെ പറയുന്നവയിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊറോണ വൈറസ്. വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിന് അടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിൻ്റെ വലിപ്പം കുറയുന്നു. ഇത് താഴെ തന്നിരിക്കുന്ന ഏത് നിയമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബോയിൽ നിയമം. താഴെ പറയുന്നവയിൽ ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏത്? തന്നിരിക്കുന്ന ലോഹങ്ങൾക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ലോഹങ്ങൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. ലോഹങ്ങളുടെ അയോണീകരണ ഊർജം കുറവാണ്. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ചോദിച്ചിരിക്കുന്നത് ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏത് എന്നതാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1 മാത്രമാണ്. 1 മാത്രം. യഥാർത്ഥ ലായനിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നു. തീവ്രമായ പ്രകാശം കടത്തിവിടുമ്പോൾ പ്രകാശപാത കാണാൻ കഴിയുന്നു. ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റാൻ കഴിയില്ല. അനക്കാതെ വെക്കുമ്പോൾ കണികകൾ അടിയുന്നു. ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റുവാൻ കഴിയും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റാൻ കഴിയില്ല. ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ ഏത്? ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ ജാൻ ടെല്ലർ മെറ്റൽ. ലോകത്തിലെ 3ാമത്തെ വലിയ വജ്രം ഖനനം ചെയ്തെടുത്തത് എവിടെ നിന്നാണ്? ബോട്സ്വാന. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ പോളിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരം 12 സെന്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വക്രത ആരം എത്ര? 24 സെന്റിമീറ്റർ. ഒരു വസ്തുവിനെ ഭൂമിയുടെ ധ്രുവ പ്രദേശത്ത് നിന്നും ഭൂമധ്യരേഖ പ്രദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പിണ്ഡവും ഭാരവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ്. പിണ്ഡം മാറുന്നില്ല, ഭാരം കുറയുന്നു. അടുത്ത ചോദ്യം, പ്രസ്താവന ചലിക്കുന്ന യന്ത്രഭാഗങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയ്ക്ക് ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടി ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നു. കാരണം ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം.
എസും ആറും ശരിയാണ്. എസിന് ഉള്ള ശരിയായിട്ടുള്ള വിശദീകരണമാണ് ആർ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏത്? ഗഗൻയാൻ. ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏത്? GSLV F-10. ഗദ്ദിക എന്ന പ്രശസ്ത ആദിവാസി കലയെ പരിപോഷിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആര്? PK കാളൻ. താഴെ കൊടുത്തവയിൽ ഏത് സിനിമയാണ് G. അരവിന്ദൻ സംവിധാനം ചെയ്യാത്തത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, എലിപ്പത്തായം. 1990 വിംബിൾഡൺ ജൂനിയർ ചാമ്പ്യനായ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ? ലിയാൻഡർ പേസ്. താഴെ കൊടുത്തവയിൽ ഏത് കൃതിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥകളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ സി ഏകാന്തപഥികൻ. 1998 ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടിക്കൊപ്പം പങ്കിട്ട സിനിമാ നടൻ ആരാണ്? അജയ് ദേവ്ഗനാണ്. 2018 കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? 3. 2020 ഒളിമ്പിക് ഫുട്ബോൾ സ്വർണം നേടിയ ബ്രസീലിന് വേണ്ടി ഗോൾ നേടിയ കളിക്കാരൻ ആര്? ഓപ്ഷൻ ഡി മാൽക്കം. താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ആർക്ക്? ഓപ്ഷൻ ഡി ഗേറ്റ്വേ. ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ച് യൂസർ നെയിം, പാസ്വേഡ് എന്നിവ മോഷ്ടിക്കുന്ന രീതി? ഫിഷിംഗ്. താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിലെ പ്രോസസ്സറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏത്? ക്യാഷ് മെമ്മറി. കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവിന് കീഴിൽ 2020 നടത്തിയ വീഡിയോ കോൺഫറൻസിംഗ് സൊല്യൂഷൻ ഡെവലപ്മെൻറ്റ് ചലഞ്ചിലെ വിജയിയായ കമ്പനി? ടെക്ജൻഷ്യ. ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി CDAC വികസിപ്പിച്ചെടുത്ത GNU ലിനക്സ് സോഫ്റ്റ്വെയർ ആണ് ബോസ്. അടുത്ത ചോദ്യം, 2005 വിവരാവകാശ നിയമപ്രകാരം പൗരന് ലഭിക്കാവുന്ന വിവരവുമായിട്ട് ബന്ധപ്പെട്ട ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി വകുപ്പ് 8, 9 എന്നിവയിൽ പറഞ്ഞിട്ടുള്ളതൊഴികെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതാണ്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത് ആർക്കാണ്? ഓപ്ഷൻ ഡി ആണ് ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടർക്കുമാണ്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത് ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടർക്കുമാണ്. ഏത് നിയമത്തിലാണ് സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് പട്ടികജാതി പട്ടികവർഗ നിയമം 1989. 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമത്തിൻ്റെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് നിയമപരമായി വിവാഹിതനായ ഭർത്താവിനെതിരെ മാത്രമേ പരിഹാരങ്ങൾ അവകാശപ്പെടാനാവുകയുള്ളൂ എന്നതാണ് തെറ്റായിട്ടുള്ള ഉത്തരം. 2012 ലൈംഗികാതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമത്തിൻ്റെ സംരക്ഷണം ലഭിക്കുന്ന കുട്ടിയുടെ പ്രായപരിധി? ഓപ്ഷൻ എ ആണ് 18 വയസ്സിൽ താഴെ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ. അടുത്ത ചോദ്യം, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയത് ഏത് ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 102 ഭേദഗതിയിലൂടെയാണ്. ഇനി വരുന്നത് 10 മാത്സ് ചോദ്യങ്ങളാണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. 71ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 5%. 72 ഓപ്ഷൻ ഡി 72. 73ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ എ. 74 ഓപ്ഷൻ എ ആണ്, 52 km/മണിക്കൂർ. 75 ഓപ്ഷൻ എ 100 ലിറ്റർ. 76 ഓപ്ഷൻ ബി പെൻസിൽ. 77 ഓപ്ഷൻ സി ആണ് ഉത്തരം, 342. 78 ഓപ്ഷൻ സി ആണ് ഉത്തരം.
79ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് 9. 80ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് 3. ഇനി വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ അപ്രോപ്രിയേറ്റ് വേർഡ്സ്. ഐ ബോട്ട് എ പെൻ. ഡാഷ് പെൻ റൈറ്റ്സ് വെൽ. ദ പെൻ റൈറ്റ്സ് വെൽ. The principal along with his staff dash going for a picnic. Is going for a picnic. I usually drink tea but today I dash coffee. I am drinking coffee. This house is dash than my house. This house is bigger than my house. Dr. Kalam was born in 1931. One of his dash is studying in Mumbai. One of his sons. He ran dash. He ran fast. The meaning of harmony is agreement. The synonym of cease is catch. The antonym of cease is begin. ഇനി വരുന്നത് മലയാളം ചോദ്യങ്ങളാണ്. നീതിയെ സംവദിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം നൈതികം. ധനാശി പാടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം അവസാനിപ്പിക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. എനിക്ക് 10 തേങ്ങ വേണം. ഉന്നമ്രം എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഊത് പ്ലസ് നമ്രം. താഴെ തന്നിരിക്കുന്നവയിൽ ആമയുടെ പര്യായമായി വരുന്ന പദം ഏത്? കച്ചപം. ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ എന്നതിൻ്റെ യഥാർത്ഥ പരിഭാഷ. നിങ്ങൾക്ക് സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തിജ്വലിക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദം ഏത്? സ്വാമികൾ. അവരജൻ എന്ന പദത്തിൻ്റെ വിപരീതം അഗ്രജൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഉദ്ഗ്രന്ഥിതം. അവസാനത്തെ ചോദ്യം ഭഗിനി എന്ന പദത്തിൻ്റെ പുല്ലിംഗ രൂപം ഭ്രാതാവ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.